കൂട്ടുകാർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാൻ വീണ്ടും ഇതാ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊക്കെ പശുക്കളൊക്കെ വളരെയധികം കുറവാണ്, അതുകൊണ്ട് തന്നെയാണ് കേട്ടോ വീഡിയോ ഒന്നും വരാതിരുന്നത്. അപ്പോൾ നമുക്ക് പുതുതായിട്ടൊരു പശു മാത്രമേ എത്തിയിട്ടുള്ളൂ. പിന്നെ നമ്മുടെ സുന്ദരിമണി വലുതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ വിശേഷം. പിന്നെ പണിയും പിന്നെ കുറേ മടിയും ഒക്കെ കാരണം കുറേ കാലത്തിന് ശേഷം ഇന്നതാ പുതിയ വീഡിയോ ആയിട്ട് എത്തിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാമല്ലേ. ഞാൻ പറയാൻ പോകുന്ന എൻ്റെ ഒരു ജീവിതത്തിൽ ഞാൻ എങ്ങനെ ഈ തൊഴുത്തിലോട്ട് വന്നു എന്നതിനെ കുറിച്ചാണ് കേട്ടോ. ഞാൻ ഈ തൊഴുത്തിലോട്ട് വരുമ്പോൾ എനിക്ക് 19 വയസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. 19 വയസ്സ് വരെ ഞാൻ ഈ തൊഴുത്ത് എന്നൊരു കാര്യത്തിൽ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടേ ഇല്ലാത്തൊരു വ്യക്തിയാണ് കേട്ടോ. എനിക്ക് തൊഴുത്തായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഒരു 19 വയസ്സ് തൊട്ടിട്ട് തുടങ്ങിയതാണ് കേട്ടോ ഈ അധ്വാനം എന്ന് പറയുന്നത്. 19 വയസ്സ് തൊട്ടിട്ട് ഈ 30 വയസ്സ് വരെയുള്ള എൻ്റെ അധ്വാനത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് ഒന്നുമില്ല കേട്ടോ. കാരണം കർഷകർ എന്ന് പറയുന്നത് കുറേ അധ്വാനിച്ച് കുറച്ച് മാത്രം സമ്പാദിക്കുന്ന ആൾക്കാരാണല്ലേ. അവരുടെ അധ്വാനമാണ് കേട്ടോ നമ്മുടെ ഓരോരുത്തരുടെയും വിജയം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒരുപാട് സമ്പാദിച്ചില്ലെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി കുറേ സമയം ചിലവഴിക്കുന്ന കുറേ കർഷകരുണ്ട് കേട്ടോ. കാരണം ഇവരെ തീറ്റാൻ കൊണ്ടുപോകുന്നതിലായാലും ഇവരെ കറക്റ്റ് സമയത്ത് കറക്കുന്നതും പരിപാലിക്കുന്നതും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ പശു എരുമ എന്നൊക്കെ പറയുന്നത് നമ്മൾ കറക്റ്റ് സമയത്ത് അവർക്ക് വെള്ളം കൊടുക്കണം, പുല്ല് കൊടുക്കണം, അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നം മനുഷ്യന്മാർക്ക് വരുന്ന പോലെ കുറേ പ്രശ്നങ്ങൾ അവർക്കും വന്നുകൊണ്ടിരിക്കും. പക്ഷെ മനുഷ്യന്മാർക്കാണെങ്കിൽ അത് പറയാം, എനിക്ക് ഇന്ന പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇന്ന പോലെ ഉണ്ട് എന്ന് പറയാം. പക്ഷെ മൃഗങ്ങൾക്ക് അങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അവരെ നമ്മൾ കറക്റ്റായിട്ട് പരിപാലിച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. പിന്നെ എന്ന് വെച്ചാൽ കർഷകരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാശ് ഉണ്ടാക്കാൻ വേണ്ടി മോഹിച്ച് മാത്രം പശുക്കളെ നോക്കുന്ന ആൾക്കാരല്ല കേട്ടോ. ജന്മന അവർക്ക് ഒരു ഇതുണ്ടായിരിക്കും. പശു മൃഗങ്ങൾ എന്ന് പറയുന്ന ഭയങ്കര ജീവനായിട്ടുള്ള കുറേ പേരുണ്ട്. അവർ എത്ര എത്ര വലിയ ഇതിലിരിക്കുന്ന ആൾക്കാരായാലും അവർ റിട്ടയർഡൊക്കെ ആകുമ്പോൾ അവർ ഫാം തുടങ്ങുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് എന്താ പറയുക, അവരുടെ ജന്മത്തിലായാലും എന്തോ അവർക്ക് ഈ ഒരു ഫീൽഡ് അത്രയും ഇഷ്ടമുള്ള കുറേ പേരുണ്ട്. ചിലവരൊക്കെ നമ്മുടെ പശുക്കളിനെ എരുമകളിനൊക്കെ കാണാനായിട്ട് ഓടി വരുന്ന കുറേ ആൾക്കാരുണ്ടല്ലേ. അപ്പോൾ അവർക്കൊക്കെ ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് കേട്ടോ. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. പശുവുള്ള വീട്ടിലോട്ട് വരാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവരെ നമ്മൾ എന്താ പറയുക, നമ്മൾ കർഷകർ എന്ന നിലയിൽ നമുക്ക് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പം അടുത്ത് എനിക്കുണ്ടായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ കൂടെ മുന്നേ പഠിച്ചത്. ആ കുട്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഫോട്ടോ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവരുടെ അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു, അതേ ഞാൻ നിൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ നീ അവരെ തൊട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് നിൻ്റെ വീട്ടിൽ നിന്ന് വെള്ളമൊന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ തൊട്ടിട്ട് എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമമായിട്ടോ. കാരണം നമ്മളിപ്പോൾ അവർക്ക് ഒരു ദിവസം വരുമ്പോൾ ഇവരെ തൊടാണ്ട് ഈ തൊട്ടത് കൊണ്ടാണ് അവർക്കൊരു തുള്ളി വെള്ളം നമുക്ക് കൊടുക്കാൻ നമ്മുടെ വീട്ടിലുണ്ടാവണത് കേട്ടോ. അപ്പോൾ നമുക്ക് അവരാണോ വലുത് നമ്മുടെ പശുക്കളാണോ വലുത് എന്ന് ചിന്തിക്കാൻ നമുക്കൊരു അവസരം തന്നതാണ് ദൈവം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പശു എരുമ തൊഴുത്ത് അതിലേക്ക് ലയിച്ചു പോയി. നമ്മുടെ പണ്ടത്തെ കുട്ടിത്വം അതൊക്കെ നമ്മൾ വിട്ടു. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതൊന്ന് പറയുമ്പോൾ നമുക്ക് പ്രതികരിക്കാനുള്ളൊരു കഴിവേ ഉണ്ടാവില്ല. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫീൽഡ് ഇതാണ്, എൻ്റെ അധ്വാനം ഇതിലൂടെയാണ്. അപ്പോൾ ഇവരെ എന്തെങ്കിലും പറയുമ്പോൾ എനിക്ക് ദേഷ്യം വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഫുള്ളായിട്ട് ലയിച്ച് തുടങ്ങി. അപ്പോൾ ഇവരെ പറയുമ്പോൾ നമുക്ക് ദേഷ്യം വരും. ഇവരെ എന്തെങ്കിലും കുറ്റം പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു പ്രശ്നം, ഒരു പ്രഷർ, അതാണ് കേട്ടോ നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ നമ്മുടെ മക്കളെന്നെ വല്ലവരും എന്തെങ്കിലും പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന അതേ വിഷമം തന്നെയാണ് കേട്ടോ എനിക്ക് ഇവരെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇവരെ നോക്കുന്നത് ഒരിക്കലും നമ്മൾ പൈസ പ്രതീക്ഷിച്ചിട്ടേ അല്ല കേട്ടോ. ഞാൻ നോക്കുന്നത് ഇവരെ നോക്കുന്നതുകൊണ്ട് എനിക്കൊരു രൂപ പോലും പ്രതിഫലം കിട്ടുന്നില്ല. കാരണം എനിക്ക് 3 നേരത്തെ ഭക്ഷണം മാത്രമാണ് എനിക്ക് കിട്ടുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ഫുൾ അധ്വാനം, എൻ്റെ ഫുൾ ടൈമും സ്പെൻഡ് ചെയ്യുന്നത് ഇവരുടെ അടുത്താണ് കേട്ടോ. അല്ലാണ്ട് ഞാൻ വേറെ ഒരു എന്താ പറയുക സിനിമ കാണാൻ പോവേ പാർക്കിൽ പോവേ അങ്ങനെ ഒരു തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റും എനിക്കില്ല. എനിക്ക് ഫുൾ ടൈം ഇവരുടെ കൂടെ ഇവരുടെ അടുത്ത് തന്നെയാണ് എൻ്റെ ലൈഫ് മുക്ക ഭാഗവും ഞാൻ ചിലവഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അവരെ കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെടുന്നതിനെക്കാട്ടിയൊക്കെ എത്രയോ നല്ലതാലേ ഇഷ്ടപ്പെടുന്ന ഒരു ഫീൽഡ് നമ്മൾ തിരഞ്ഞെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ കർഷകർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പശുക്കളെ നോക്കിയിട്ട് അവരുടെ അടുത്ത് ആ ഒരു ബിസിനസ്സായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക.
അല്ലാതെ എനിക്ക് ഇവരെന്നെ ഇഷ്ടമല്ല. പക്ഷെ ഞാൻ എന്താ പറയുക, എനിക്ക് കുറേ പൈസ ഉണ്ട്, അപ്പം ഞാനൊന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പശുവിനെ നോക്കുന്നു എന്നൊന്നും പറഞ്ഞിട്ട് ഒരാളും ഈ ഫാം എന്ന ഫീൽഡ് തുടങ്ങരുത്. കാരണം നമുക്ക് ഇവരെ നോക്കുന്നതുകൊണ്ട് കുറേ ബുദ്ധിമുട്ടുണ്ട്. ഇവർക്ക് തീറ്റ വാങ്ങിക്കണം, ഇവരുടെ കാര്യങ്ങൾ നല്ല രീതിക്ക് നോക്കണം. നമ്മളിപ്പോൾ പണിക്കാരൻ ഒരാളെ നിർത്തിക്കഴിഞ്ഞാൽ അവർ നല്ല രീതിക്ക് നമ്മുടെ പശുക്കളെ നോക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ കൂടുതൽ സമയം ഇവരുടെ അടുത്ത് സ്പെൻഡ് ചെയ്യേണ്ടി വരും. ചില ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ പണിക്കാരനൊക്കെ നിർത്തി അവരവരുടെ കാര്യം നോക്കി പോകും. പക്ഷെ അതൊന്നും എനിക്ക് താല്പര്യമുള്ള ഒരു കാര്യമല്ല കേട്ടോ. നമുക്ക് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ മാത്രം നമ്മൾ പശുക്കളെ നോക്കുക. നമുക്കൊരാളിനെ പണിക്ക് നിർത്താം, നമുക്ക് അതിനോട് കൂടുതൽ അറിവ് വേണം. കാരണം നമുക്ക് പശു എന്താണ്, അവർക്ക് എന്തെങ്കിലും അസുഖം വരുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ കടുത്ത് വന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവർക്ക് വൃത്തിക്കാണോ അവരെ നോക്കുന്നത്, അവരെ കഴുകുന്നതിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരെ എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് എന്നതിലുള്ള കാര്യങ്ങൾ കേട്ടോ. കാരണം ഇവരുടെ എപ്പോഴും നല്ല ക്ലീനായി നല്ല വൃത്തിക്ക് കഴുകാനായിട്ട് ശ്രമിക്കുക. കാരണം ഇവരുടെ മേത്ത് ചെള്ള് അങ്ങനത്തെ കുറേ പ്രാണികളൊക്കെ വന്നിരിക്കും. അതൊക്കെ ഇവർക്ക് ഭയങ്കര ഇറിറ്റേഷനുള്ള കാര്യങ്ങളാണ്. നമുക്കാണെങ്കിൽ ചൊറിയാൻ പറ്റും. ഇവരാകുമ്പോൾ മതിലൊക്കെ ഉണ്ടെങ്കിൽ ഇവർ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതാക്കണമൊക്കെ കാണാം. അഴിച്ചിടുന്ന കന്നാലൊക്കെ ആണെങ്കിൽ അവർ മരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ മേലിങ്ങനെ ഇതാക്കുന്നത് കാണാം അല്ലേ. അപ്പോൾ അതുപോലെ ഇവരെ നമ്മൾ അഴിച്ചിടാത്ത പശുക്കളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഉരച്ച് കഴുകാനൊക്കെ ആയിട്ട് ശ്രമിക്കുക. കാരണം അവർ ഇച്ചിങ് പോലുള്ള പ്രോബ്ലംസൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ അടുത്ത് അവർക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ എല്ലാ കാര്യങ്ങളും. അതേപോലെ പൈസയ്ക്ക് വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ പശുക്കളെ നോക്കാതിരിക്കുക. കാരണം വേനൽക്കാലമാണ് വരാൻ പോകുന്നത്. വേനൽക്കാലം കാറ്റുകാലമൊക്കെ വന്നു കഴിഞ്ഞാൽ അരക്കറവ് പശുക്കൾക്കൊക്കെ നന്നായിട്ട് പാല് കുറയും. അപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് പശുക്കൾക്ക് പാല് കുറഞ്ഞത്, എന്താണ് കാര്യം എന്നൊക്കെ അറിയാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം ഇവർക്ക് കാറ്റുകാലം വന്നാൽ പൊതുവേ പാല് കുറയും. പക്ഷെ എന്നാലും നമ്മൾ തീറ്റയൊക്കെ നല്ലോണം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പച്ചവെള്ളമൊക്കെ അടിച്ചിട്ട് കൊടുക്കുക. നമ്മൾ തീറ്റ വെള്ളം കൊടുക്കുന്നതിന് അതിനെക്കാട്ടി ഇരട്ടി ഫലമാണ് കേട്ടോ ഇവർക്ക് പച്ചവെള്ളം ഇടയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നത്. അതേപോലെ എരുമകളൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ മേത്ത് വെള്ളം അടിച്ചിടാൻ ശ്രമിക്കുക. കാരണം എരുമകൾക്ക് പൊതുവേ ചൂട് കൂടുതലാണ്. അപ്പോൾ നമ്മൾ വെള്ളം അടിച്ചിടുന്നതോടും ഇവരുടെ ശരീരം ഒന്ന് കൂളാവാനായിട്ട് സാധിക്കും. അതിലൂടെ തന്നെ ഇവർ കൂടുതലായിട്ട് പാല് തരാനായിട്ട് ശ്രമിക്കും കേട്ടോ. അതുപോലെ തന്നെ വല്ല പാട്ട അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുന്നത് പശുക്കളൊക്കെ നന്നായിട്ട് പാട്ട് ആസ്വദിക്കുന്ന ഒരാൾക്കാരാണ് കേട്ടോ. അതുകൂടെ നമ്മളും ആ ഒരു പാട്ടിലൂടെ ലയിച്ച് അങ്ങനെ അങ്ങോട്ട് പണിയെടുത്ത് പോവും. അപ്പോൾ നമുക്കും നമ്മുടെ പണിയെടുത്തതിൻ്റെ ക്ഷീണം അറിയില്ല. അവർ നന്നായിട്ട് എൻജോയ് ചെയ്ത് അവരുടെ ഒരു രീതിക്ക് അവർ മുന്നോട്ട് പോകും. അതൊക്കെ കാണുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷം. നമ്മളൊന്ന് വന്നു കഴിഞ്ഞാൽ ആ ഒരു കരച്ചിലുണ്ട്, അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു കുളിർമയാണ് അല്ലേ. ഞാൻ ഇത്രയും വയസ്സിൻ്റെ ഇടയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വർഗ്ഗം എന്ന് പറയുന്ന എരുമയാണ് കേട്ടോ. നമ്മുടെ ഒരു നിഴൽ കണ്ടു കഴിഞ്ഞാൽ അപ്പം അവരുടെ ഒരു സൗണ്ട് പുറത്തേക്ക് വരും. കാരണം നമ്മളതിനെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ. അപ്പോൾ നമ്മളത് അവരെ നോക്കുന്നതിന് അവർ തരുന്ന ഏറ്റവും വലിയ സമ്പാദ്യമാണ് കേട്ടോ അത്. അതിനെക്കാട്ടും വലിയൊരു സമ്പാദ്യം ഇല്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാമല്ലേ. സമ്പാദ്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഓരോ മനുഷ്യന് ജീവിക്കുന്നത് എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇവരുടെ പുല്ല് തിന്നലും ഇവരുടെ ഓരോ കാര്യങ്ങൾ നമുക്ക് കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ലൈഫ് മാറി മറിഞ്ഞതും ഇവരുടെ അടുത്ത് വന്നപ്പോൾ തൊട്ടിട്ടാണ്. 19 വയസ്സ് തൊട്ടിട്ട് ഇതാ 31 വയസ്സ് വരെ ഇവരെ പൊന്നു പോലെ എൻ്റെ ലൈഫിൽ നോക്കാൻ പറ്റുന്ന എക്സ്ട്രീം ഞാൻ നോക്കിയിട്ടുണ്ട്. ഇനി അവിടെ നിന്നും ആരോഗ്യമുള്ളിടത്തോളം കാലം ഇവരുടെ കൂടെ തന്നെ നമുക്ക് ജീവിക്കാനാണ് കേട്ടോ എനിക്കും ഇഷ്ടം. കാരണം എനിക്ക് വേറൊരു തൊഴിലിനോട് എനിക്കും ഇപ്പം ഇഷ്ടമല്ലാണ്ടായി. കാരണം ഞാനിതിൽ ഫുള്ളായിട്ട് ഞാനിതിൻ്റെ ഉള്ളിലേക്ക് കടന്നു എന്നൊക്കെ പറയില്ലേ, അതേപോലെ എല്ലാവരും ഇഷ്ടത്തോടു കൂടി മാത്രം പശുക്കളെ നോക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പുതുതായിട്ട് എത്തിയ അതിഥിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവളാണ് നമ്മുടെ വീട്ടിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ളത്. ഇവൾക്ക് ഇപ്പോൾ 5 ലിറ്റർ പാലേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാത്തത് കേട്ടോ. കാരണം ഇവൾ 5 ലിറ്റർ പാലേ ഉള്ളൂ. പിന്നെ പ്രസവിച്ചിട്ട് 10-25 ദിവസമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇട്ടിട്ട് വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. നിങ്ങൾ വിളിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് പാലില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഓരോ പശുവിനെ കൊടുത്തയച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഇവൾ വന്നിട്ട് 2-4 ദിവസമായിട്ടുണ്ട്. അഥവാ പാല് കൂടുതൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അതുവരെ ഞാൻ വീഡിയോ ഒന്നും ഇടുന്നില്ല എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ തൊഴുത്തിലെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇതേപോലെ ചെറിയ ചെറിയ മടിയും കാര്യമായിട്ടാണ് കേട്ടോ വീഡിയോ ഒന്നും ഇടാതിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ ഓർക്കുക.
എല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മുടെ പശുക്കൾക്കും മൃഗങ്ങൾക്കും അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണം. കാറ്റുകാലമാണ് വരാൻ പോകുന്നത്. അപ്പോൾ പശുക്കളിനൊക്കെ നല്ല രീതിയിൽ നോക്കുക. പുറമെന്ന് പശുക്കളെ മേടിക്കുമ്പോഴൊക്കെ നമ്മൾ നന്നായി ശ്രദ്ധിച്ച് അവരുടെ കുളമ്പൊക്കെ നോക്കി മേടിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കുളമ്പ് കേടിനുള്ള ഇഞ്ചക്ഷൻ അടിക്കുക, കറക്റ്റ് സമയത്ത് എല്ലാം ഇഞ്ചക്ഷൻ അടിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കുത്തിവെക്കുക പശുക്കളെ. എല്ലാ കാര്യങ്ങളും കറക്റ്റാക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കർഷകർ എന്ന നിലയിൽ നമുക്കും ഉയർച്ചയിലേക്ക് എത്താൻ പറ്റൂട്ടോ. നമ്മുടെ ഏറ്റവും വലിയ ഉയർച്ച എന്ന് പറയുന്നത് നമ്മുടെ പശുക്കൾ, നമ്മുടെ സമ്പാദ്യം തന്നെയാണ്. അപ്പം നമ്മൾ നമ്മുടെ മക്കളെ പോലെ തന്നെ ഇവരെ നോക്കി കാണുക. ഇതൊക്കെ തന്നെയാണ് കേട്ടോ എനിക്കും പറയാനുള്ളത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നമ്മളതിനെ അറിയിക്കണം. എനിക്ക് നിങ്ങളുടെ കമൻറ്റൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും നിങ്ങൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ പരമാവധി ഞാൻ കാണുന്ന കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ പരമാവധി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നമ്മളതിനായിട്ട് അറിയിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമ്മുടെ വീടൊക്കെ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ അയ്യന്തോൾ എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ വീട്ടിലോട്ട് വരാം. നമ്മുടെ തൊഴുത്തിൽ ഇപ്പോൾ പശുക്കളൊക്കെ വളരെ കുറവാണ്. എന്നാലും നമ്മൾ പശുക്കളെയൊക്കെ മേടിക്കും. ഇപ്പോൾ കാറ്റുകാലമൊക്കെ ആയപ്പോൾ പശുക്കൾക്കൊക്കെ പാല് കുറഞ്ഞല്ലോ. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഓടി നടന്നിട്ടൊന്നും പശുക്കളെയായിട്ട് മേടിക്കാത്തതും കാര്യങ്ങളൊക്കെ. ഇനി കുളമ്പ് കേടിൻ്റെ സീസണൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് നമ്മളൊരു ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ച് വരുത്തുമ്പോൾ അത്രയും എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് കാലുമിലൊക്കെ ചുടുവെള്ളം ഒഴിക്കാനൊക്കെ ശ്രദ്ധിക്കുക. പുറമെന്ന് പശുക്കളെ കൊണ്ടുവരുമ്പോൾ കാലിലും കയ്യുമ്മലൊക്കെ നന്നായി ചുടുവെള്ളം ഉപ്പിട്ട് തിളപ്പിച്ചിട്ട് ഒഴിച്ചിട്ട് കയറ്റാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതേപോലെ പശുക്കളുടെ മേത്ത് ചെള്ളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.